പയ്യൻ നല്ല മിടുക്കനാ. നടന്നാ നമ്മുടെ ഭാഗ്യം. ലക്ഷ്മിക്കുട്ടിയെ പറഞ്ഞാ നീ വിശ്വസിക്കില്ല. അവന്റെ ഈ വീട്ടിലോട്ടുള്ള ആദ്യത്തെ ആ വരവുണ്ടല്ലോ, ആ വരവ് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇതൊരു വരവാണെന്ന്. അവൻ ഈ വീട്ടിലോട്ട് കയറിയത് വലതുകാലി വെച്ചാ. ഏത് കാലി വെച്ച് കയറിയാലും വേണ്ടതല്ല. അവക്കിഷ്ടമായല്ലോ, എനിക്കത് മതി. എങ്ങനെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാ 7-8 വർഷത്തേക്ക് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. നിങ്ങളൊന്ന് പോയി ചോദിക്കുന്നേ. എന്തോന്ന് കല്യാണം എപ്പോഴാണ് നടത്തുന്നതെന്ന്? അത് കൊള്ളാം. അവൻ ഇങ്ങോട്ട് വന്നല്ലേ പെണ്ണി ചോദിക്കേണ്ടത്. അപ്പൊ നമ്മൾ കുറച്ച് ഗമയൊക്കെ കാണിച്ച് ഒടുവിലങ്ങ് സമ്മതിക്കും. നിങ്ങൾ അങ്ങോട്ട് ചെന്നാ മതി, അയാൾ ചോദിച്ചോളൂ. ഇപ്പൊ നമ്മളോട് എങ്ങനെയാ പറയുന്നതെന്ന് വിചാരിച്ചിരിക്കായിരിക്കും. എന്നാലും എനിക്കൊരു വിലയില്ലേ ലക്ഷ്മിക്കുട്ടി? ഓ, വിലയ്ക്ക് ഒരു കുറവും വരത്തില്ലെന്നേ. നിങ്ങൾ ഒന്ന് പോയി നോക്ക്. ആ, നീ ആ കൊടയും തോർത്തും എടുക്ക്. അയ്യോ, ദേ വരുന്നുണ്ട് ദുശകുനം. നാരായണ നാരായണ നാരായണ. കത്തിന്റെ കാര്യം അമ്മ അവൻ അറിഞ്ഞോ? അറിഞ്ഞു. എന്തു തോന്നി? അവൾക്ക് നല്ല കാലം വന്നു എന്ന് തോന്നി. മരിക്കാൻ നേരത്ത് അമ്മാവൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് മറന്നോ? മറന്നിട്ടല്ല വാസുണ്ണി. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോ നിന്റെ അമ്മ എന്റെ അടുത്ത് വന്നു. അവളെ രാജിച്ച എഴുന്നേൽക്ക്. കല്യാണത്തിന് മാത്രം പെൺകുട്ടികളുടെ അഭിപ്രായത്തിന് എതിര് നിൽക്കരുത്. നീ എനിക്ക് തന്ന വാക്ക് ദാ തിരിച്ചെടുത്തോ. ഞാൻ വാസുണ്ണിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും വാസു? മോനെ, മോരും വെള്ളം കുടിച്ചിട്ട് പോടാ. ലക്ഷ്മിക്കുട്ടിയെ, ഇനി ആ കൊടയും തോർത്തും കിടത്തും. ഇവിടെ ഒന്നും കാണാറില്ലല്ലോ. അതുകൊണ്ടല്ലേ വന്നതായിരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ആ, എനിക്കും. ഈ പടങ്ങളെല്ലാം കൊള്ളാൻ കേട്ടോ. അതെ. പിന്നെ ഇത്തവണത്തെ കാലവർഷം വളരെ മോശം. അതെ അതെ. പിന്നെ എന്താ എന്താ? അല്ല, കുടിക്കാൻ കാപ്പി എനിക്കൊന്നും വേണ്ട. ഞാൻ വീട്ടിൽ നിന്നല്ലേ വരുന്നത്. ആ, ഇരിക്കൂ ഇരിക്കൂ. പിന്നെ എന്തൊക്കെയുണ്ട്? കൊള്ളാമെന്നു. അപ്പോ ഞാൻ ഇറങ്ങിയിട്ട് വരാം. അപ്പോ ഞാൻ പോയിട്ട് വരാം. ശരി. വല്ല എന്താ എന്താ? പ്രത്യേകിച്ച് വല്ലതും? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ഇറങ്ങിയെന്നുള്ളൂ. ഞാൻ പോയിട്ട് വരാം. എന്നെ വിളിച്ചോ? ഇല്ലല്ലോ. അല്ല, വിളിച്ചെന്ന് തോന്നി. ബാബുവേട്ടന് കാറെടുക്കാൻ വർഷാപ്പ് പോകണമെന്നല്ലേ പറഞ്ഞത്? നിന്നെ കോളേജിൽ ഇറക്കിട്ട് മതി. പരീക്ഷ മുഴുവൻ തോറ്റതുകൊണ്ട് ബാബു സാറിന് ഇനി കോളേജിൽ പോകുന്ന പ്രശ്നം വരുന്നില്ല അല്ലേ? ശവത്തി കുത്താടും. എന്നെ ഇവിടെ ഇറക്കിയാൽ മതി. എന്തിനാ എവിടെ ഇറങ്ങിയത്? ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. ആ കുട്ടിയുടെ അതിനൊരു പുസ്തകം പഠിച്ചു കുഞ്ഞിന് കോളേജിൽ പോകാൻ അല്ലേ? അതേന്ന്. തിരിച്ചു. ആ ബൈക്കിൽ പോയ പാർട്ടിയെ ശ്രദ്ധിച്ചോ? ഇവനാണ് അവൻ. ആര്? കൽപ്പന കുഞ്ഞിന് പുസ്തകം കൊടുക്കുന്ന പാർട്ടി. പുസ്തകം കൊടുക്കുന്ന പാർട്ടി? ചങ്ങൻകുട്ടി എന്തായി പറയുന്നത്? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സാറേ.
ഞാൻ പിന്നെ പറയണ്ടെന്ന് വെച്ചിട്ടാ. ഹായ് പ്രകാശ്. ഹായ്. ഇന്ന് കോളേജിൽ പോകണ്ട, നമുക്കൊരു ടൂർ പോവാം. എങ്ങോട്ട്? അതൊക്കെ ഞാൻ പറയാം. കമോൺ. അല്ലാതെ ചുമ്മാ പ്രേമിച്ച് നടന്നിട്ട് എന്താടാ കാര്യം? വീഴുന്നതാണെ കൊത്തും. കൊത്തി കാര്യം കഴിഞ്ഞാൽ ദൈവം പോലും അറിയാതെ തല ഊരും. അതാ എന്റെ പ്രിൻസിപ്പിൾ. ഇറങ്ങടാ. നീ എന്തിനാ ചൂടാകുന്നത്? അതൊക്കെ പറയാം, നീ ഇറങ്ങ്. ടേക്ക് ഇറ്റ് ഈസി മാൻ. ഇതിന്റെ സിസ്റ്റർ ആണെന്ന് എനിക്കറിയില്ലേ? സോ വാട്ട്? ഞാനും നീയും ചേർന്ന് എത്ര പെൺകുട്ടികളെ വളച്ചിട്ടുണ്ടടാ. പക്ഷെ എന്റെ ഫ്രണ്ട്സിന്റെ സിസ്റ്റേഴ്സിനെ ഞാൻ വളയ്ക്കാൻ നോക്കിയിട്ടില്ല. ഓരോ പെൺകുട്ടിയും ആരുടെയെങ്കിലൊക്കെ സിസ്റ്റേഴ്സ് ആയിരിക്കില്ല ആശാനെ. വി ആർ ഇൻ ലവ് ബാബുട്ട. ഇവന് ലവോ? ഇവനെ നിനക്ക് ശരിക്കും അറിഞ്ഞൂടാ. ഈസ് എ ബാസ്റ്റഡ്. ഷട്ട് അപ്പ്. യു ഷട്ട് അപ്പ്. എത്ര പെൺകുട്ടികളെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ മതി. അതെന്റെ ഇഷ്ടം. ബാസ്റ്റഡ്. ബ്ലഡ് തൊട്ട് കളിച്ചാണ്ടല്ലോ. കളിച്ചാൽ സോറി ബാബുട്ട. അവനോടൊന്ന് ചോദിക്കാതെ നമ്മൾ എങ്ങനെയാ മിസ്സിസ് തമ്പിക്ക് വാക്ക് കൊടുക്കുക? അവനോട് ചോദിച്ചാ ആദർശം പറഞ്ഞോണ്ട് വരും. അപ്പോഴത്തേക്കും പെണ്ണിനാരെങ്കിലും ആമ്പിളരെ കൊത്തിക്കൊണ്ടു പോകും. 30,000 രൂപ വാടക കിട്ടുന്ന ബിൽഡിങ്സാ അവളുടെ പേരിലുള്ളത്. ആഭരണങ്ങളാണെങ്കിലോ എണ്ണിയാ തീരാത്തത്. പിന്നെ ഇംഗ്ലീഷ് അല്ലാതെ ഒരു വാക്ക് അവള് പറയില്ല. ഇങ്ങനത്തെ ഒരു മരുമകള കിട്ടാൻ നമ്മൾ ഭാഗ്യം ചെയ്തിരിക്കണ്ടേ? തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ഒരു കൺട്രി ടൈപ്പാണ് അവനെന്ന് അറിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഞാനത് പറഞ്ഞു. വിനയന് ജോലി ഡൽഹിയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനുമായി പരിചയപ്പെട്ടാൽ അവര് സത്യം അറിയില്ലേ? ഒരക്ഷരം മിണ്ടില്ലെന്ന് സത്യം ചെയ്ത് വാങ്ങിച്ചേച്ചല്ലേ അവനെ ഞാൻ കല്യാണ പന്തലിലേക്ക് അയക്കുള്ളൂ. എനിക്കെന്തോ വലിയ വിശ്വാസം വരുന്നില്ല. നിങ്ങളൊന്നും മിണ്ടായിരിക്കണം. ഞാൻ ഇന്ന് തന്നെ ഡൽഹി വിളിച്ച് അവനോട് വിവരം പറയാന്നാ മിസ്സസ് തമ്പിയോട് പറഞ്ഞിരിക്കുന്നത്. അവനോട് വന്നു കിട്ടിയാ പിന്നെ കല്യാണം കഴിഞ്ഞേ പറഞ്ഞേക്കാവൂ, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിക്കളയും. എന്നാൽ അവനോടൊന്ന് വരാൻ പറയണ്ടേ? ഡൽഹിയിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞ പോരെ മമ്മി? കുട്ടികളുടെ കാര്യം നോക്കിയാ മതി. ഒരെഴുത്തയച്ചാലോ? അല്ല, ചേട്ടനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ ഞാൻ പോയി പറഞ്ഞോളാം. അത് കൊള്ളാം. ബാബുവിനേതായാലും കോളേജിൽ പോണ്ടല്ലോ ഇപ്പൊ. മാത്രമല്ല ചേട്ടന്റെ വില്ലേജൊക്കെ ഒന്ന് കണ്ടുവരികയും ചെയ്യാം. പക്ഷെ മാരേജിന്റെ കാര്യമൊന്നും പറയണ്ട. വെറുതെ ഞങ്ങൾക്കൊന്ന് കാണാനെന്ന് പറഞ്ഞാ മതി. അതൊക്കെ ഞാൻ ഏറ്റു മമ്മി. എന്നാ നാളെ തന്നെ പുറപ്പെട്ടോ.
എക്സ്റ്റൻഷൻ ഓഫീസർ വിനയന്റെ വീട് ഏതാ? എന്താ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ നിങ്ങളാരാ? വിനയന്റെ അനിയനാ. അയ്യോ, വിനയൻ സാറിന്റെ വീട് ഇവിടെ അല്ല. പിന്നെ ഇവിടുന്ന് പടിഞ്ഞാറോട്ട് ഒരു 15 മൈല് പോണം. അവിടുന്ന് തെക്കോട്ട് ഒരു 8-8.5 മൈലും കൂടെ പോണം. പിന്നെ ഒരു പള്ളിയാണ്, പഴകുറ്റിപ്പള്ളി, അതിന്റെ തൊട്ടടുത്താ. ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു പള്ളിയുണ്ട്, അത് പഴയ പള്ളി. ഇവിടെ അല്ല, ഇത് പഴകുറ്റിപ്പള്ളി, അവിടാ. വെരി കൈൻഡ് ഓഫ് യു. ഗ്രാമസേവക, ഗ്രാമസേവക. നീ എന്താണ് ഈ നേരത്തെ ഇവിടെ? ചേട്ടനെ കാണാൻ. എന്നെ കാണാനോ? വാ. എന്താടാ ബാബു, വീട്ടിലെല്ലാം വിശേഷിച്ച്? ഒന്നുമില്ലെന്നേ. ഒന്നുമില്ല. നീ ഈ രാത്രിയില് എന്താ, എനിക്ക് എന്റെ ചേട്ടനെ കാണാൻ വന്നൂടെ? പിന്നെ പകൽ തന്നെ ഞാനിവിടെ എത്തേണ്ടതാ. നല്ലവനായ ഒരു നാട്ടുകാരോട് വഴി ചോദിച്ചതുകൊണ്ട് അയാൾ പറഞ്ഞ വഴി മുഴുവൻ കറങ്ങേണ്ടി വന്നു. ഓ, ഭയങ്കര ക്ഷീണം. നീ വല്ലതും കഴിച്ചോ? എന്ത് കഴിക്കാനാ? എന്നാ വാ, വല്ലതും കഴിച്ചു ചേട്ടൻ നടന്നു.